ജീവനക്കാർക്കെതിരെ നിരന്തരം ആക്രമണം. സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ സമരം ശക്തമാക്കുന്നു. സംസ്ഥാനത്തെ അങ്ങോളം ഇങ്ങോളമുള്ള പെട്രോൾ പമ്പുകളിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ ചിലത് മാത്രമാണ് ഇത്. ലഹരിയുടെ മൂർധന്യതയിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ സാമൂഹ്യ വിരുദ്ധർ പെട്രോൾ പമ്പുകളിൽ ഉപജീവനത്തിനെത്തുന്ന പാവങ്ങളെ ആക്രമിച്ചപ്പോൾ ഭരണകൂടം നിർവികാരമായി നോക്കി നിന്നു. CCTVയുടെ സഹായമുണ്ടായിട്ട് പോലും പിടിയിലായത് വിരലിലെണ്ണാവുന്ന പ്രതികൾ മാത്രം. അസംഘടിതരാണ് പെട്രോൾ പമ്പ് ജീവനക്കാർ. അതിനാൽ തന്നെ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ പമ്പുടമകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അക്രമ സംഭവങ്ങൾക്കെതിരെ കഴിഞ്ഞ ഡിസംബർ 31 രാത്രിയിൽ പമ്പുകൾ അടച്ചിട്ട് സമരം നടത്തുകയുണ്ടായി. എന്നാൽ ഈ സമരങ്ങൾക്കും ഭരണാധികാരികൾ കണ്ണു തുറപ്പിക്കാനായില്ല. അക്രമം വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ശക്തമായ സമരവുമായി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചതെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഭ പറഞ്ഞു. ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് സമരമുഖത്തായിരുന്നുവെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഇലക്ഷൻ വന്ന് സംജാതമായതുകൊണ്ട് ഞങ്ങൾ സമരപരിപാടിയും മറ്റുമൊക്കെ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. കാര്യം ഇനി പുതിയ ഗവൺമെൻറ് വന്നിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കണം, അതിനുള്ള സാവകാശം വേണമെന്ന് ഓയിൽ കമ്പനിയും ഒക്കെ ആവശ്യപ്പെട്ട അനുസരിച്ച് ഞങ്ങൾ സമരപരിപാടികൾ മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ഇനിയും കഴിഞ്ഞ 7 വർഷക്കാലമായി ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകാത്ത ഡീലർ മാർജിൻ, അതേപോലെ ട്രേഡിംഗ് ലൈസൻസ്, ഈ പമ്പുകളിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, ഈ കഴിഞ്ഞ ആഴ്ചയും ഉണ്ടായ അതിക്രമം, ഗൂഗിൾ പേ വർക്ക് ചെയ്തില്ല, സൗണ്ട് കേട്ടില്ല എന്നും പറഞ്ഞ് പമ്പിൽ നിന്ന ജീവനക്കാരെ മൃഗീയമായി മർദ്ദിക്കുകയും കോട്ടയത്ത് അവരെ പിന്നെ പ്രതികളെ പോലീസ് കൂടി ഇപ്പോൾ ജയിലിലാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ 4-5 ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ ശക്തമായ സമരപരിപാടിയിലേക്ക് ആലോചിക്കുകയാണ്. അതിനായിട്ട് ഈ 30-ാം തീയതി ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആലപ്പുഴ വെച്ച് കൂടുന്നുണ്ട്. ഇതിനകത്ത് വളരെ ശക്തമായ സമരപരിപാടികൾ രൂപം നൽകും. അടുത്ത വരുന്ന ഒരു ജനാധിപത്യ ഗവൺമെൻറ്റാണ് വരുന്നതെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കണ്ണു തുറക്കുന്ന സമരപരിപാടികളായിരിക്കും ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. പമ്പുകൾ അടച്ചിട്ടത് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്കാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതിന് 30-ാം തീയതി ഞങ്ങൾ അന്തിമ രൂപം നൽകും. ഈ മാസം 30-ന് തുടർ സമരങ്ങൾക്ക് അന്തിമ രൂപം നൽകും. സബീന, ന്യൂസ് ഡെസ്ക്, ദൃശ്യ ന്യൂസ്.